ഈ ഓരോ ദിവസം കഴിയുന്തോറും ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ നമ്മളെ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഓരോ ഭക്തൻ്റെ മനസ്സിനും വലിയ നീറ്റലുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇതൊരു വലിയ ആഗോള തട്ടിപ്പിലേക്കാണ് ശബരിമലയെ കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഖാക്കന്മാരുടെ മുഴുവൻ പങ്കാളിത്തവും ഇതിനകത്ത് ഏതാണ്ട് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അത് കടകംപള്ളി വഴിയാണിപ്പോൾ കാര്യങ്ങൾ ഇനിയും പോകാൻ പോകുന്നത്. ഇനിയും ചുരുളഴിയും അല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചുരുളഴിയാനുണ്ട്. ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് ഇനി നമുക്ക് പറയാനൊന്നും ബാക്കിയില്ല. ഒരു മഞ്ചാടി സ്വർണം ആ ശ്രീകോവിലിൻ്റെ പരിസരത്തുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് SITയുടെ റിപ്പോർട്ടുകൾ തന്നെ ഇപ്പോൾ പോകുന്നത്. ഒരു മഞ്ചാടി സ്വർണം, അത്രയ്ക്ക് ഭീകരമായ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഏത് ഗബ്ബർ സിംഗ് ആണെങ്കിൽ പോലും ഒരു ന്യായം കാണിക്കും, ആവശ്യമുള്ളത് എടുത്തേച്ച് പോവുക. അലാവുദ്ദീനും അത്ഭുത വിളക്കും ഉള്ള നിധികൾ പോലും മുഴുവൻ എടുക്കുകയില്ല, കുറച്ചവിടെ വെച്ചേക്കും. വാരി എടുത്തുകൊണ്ട് പോയാലും പിന്നെയും വെച്ചേക്കും. ഇത് എന്തൊരു കൊള്ളയാണ് നടത്തിയിരിക്കുന്നത്. അതായത് അയ്യപ്പൻ്റെ ആ ശ്രീകോവിൽ മൊത്തം അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇനി അവിടെ ആ ഒരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ, പൂർണ്ണമായും അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. ആ പ്രഭാമണ്ഡലത്തിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങൾ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. സ്വർണത്തിൻ്റെ ലെവലേശമില്ല. ചെമ്പുള്ളതാണെങ്കിൽ പോലും ആൻറ്റിക് വാല്യൂ ഉള്ളതാണെങ്കിൽ അതും അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിന് പകരം ഫാൻസി ഐറ്റം കൊണ്ട് വെച്ചിരിക്കുകയാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസി ഐറ്റം വെച്ചിരിക്കുകയാണ്. അത് തെളിയിക്കാനായിട്ട് VSSCയിൽ ഇത് ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. VSSCയുടെ റിപ്പോർട്ട് വന്നാൽ അത് പൂർണ്ണമായും സത്യമാണെന്ന് ബോധ്യം വരുമെന്നാണ് പറയുന്നത്. VSSC ഇത് പരിശോധിക്കുകയാണ്. ഇതിൻ്റെ ആൻറ്റിക് വാല്യൂ ഉൾപ്പെടെ അതായത് നൂറ്റാണ്ടുകൾ മുമ്പ് വെച്ചിരുന്ന രൂപങ്ങളും പാളികളും വ്യാളി, പിന്നെ ശിവരൂപം. ഇപ്പോൾ ഈ പ്രഭാമണ്ഡലത്തിൽ ശിവരൂപം അത് സ്വർണത്തിൻ്റെ അംശമില്ല, എല്ലാം പോയിരിക്കുന്നു. വ്യാളി പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നത്. ആ വ്യാളി ഇനി അവിടെ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനലാണോ എന്ന് നോക്കിയാൽ മതി. കാരണം അതൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാധനമാണ്. അതൊക്കെ ഈ VSSC നടത്തുന്ന പരീക്ഷണം അത് കൃത്യമായി കിട്ടും അല്ലേ? അതിൽ കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ കാലപ്പഴക്കം എത്രയാണ്. അതായത് 10 വർഷമാണോ 20 വർഷമാണോ എത്രയാണെന്നുള്ളത് അത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു പരീക്ഷണമാണ് നടത്തുന്നത്. ആ പരീക്ഷണത്തിലൂടെ അവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ എത്ര വർഷത്തെ പഴക്കമുണ്ട്. 2016 ശേഷമാണോ 19 ശേഷമാണോ, ഇതൊക്കെ തെളിയിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര വർഷത്തെ കാലപ്പഴക്കം ഉണ്ടെന്ന് അറിഞ്ഞാൽ പൂർണ്ണമാകും ഇതിലെ പിന്നെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമേ ആ ആൻറ്റിക് വാല്യൂ ഉള്ള സാധനങ്ങൾ, പുരാവസ്തുക്കൾ, അത് ഇതിനേക്കാളൊക്കെ കോടാനുകോടി വില മതിക്കുന്ന പുരാതന വസ്തുക്കളാണ്, അതും കൂടെ പോയിട്ടുണ്ടോ എന്നുള്ളത് പൂർണ്ണമായിട്ട് അറിയാൻ കഴിയും. ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ ഇത് തന്നെ. പിന്നെ ദ്വാരപാലകർ തന്നെ 12 എണ്ണം പോയി കഴിഞ്ഞു അതിൽ സ്വർണം. അതിനു പുറമെ ഇപ്പം കട്ടളപ്പടികൾ സമീപത്തുള്ള ഈ ശ്രീകോവിലിനോട് ചേർന്നുള്ള ഈ പ്രഭാമണ്ഡലത്തിനോട് ചേർന്നുള്ള 7 എണ്ണത്തിൻ്റെ കഥ പറയുന്നു. പിന്നെ പാളികളുമായി ബന്ധപ്പെട്ട് വീണ്ടും പറയുന്നു പലതും പോയത്. അതിൻ്റെയൊക്കെ മുകളിലായിട്ടുള്ള ഈ ദശാവതാരത്തിൻ്റെ ആലേഖനം ചെയ്ത 2 പാളികൾ, അതുപോലെ തന്നെ രാശി ആലേഖനം ചെയ്തത്, ഇതെല്ലാം പോയിരിക്കുകയാണ്. ഇനി അകത്ത് ശ്രീകോവിലിനകത്ത് കയറി പരിശോധിക്കാൻ ഇപ്പം SIT കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അയ്യപ്പനായിട്ട് തന്നെ ഇരിക്കുകയാണോ, നമ്മൾ യഥാർത്ഥ കണ്ട അയ്യപ്പനാണോ എന്ന് ഇനിയേ പറയാൻ കഴിയുള്ളൂ. ഇത് വല്ല മുസ്ലിം രാഷ്ട്രങ്ങളുമായിരുന്നെങ്കിലുണ്ടല്ലോ ഇതിനകം തന്നെ ഇതിൽ പ്രതിയാണെന്ന് തോന്നിയ മുഴുവൻ പേരെയും വല്ല കടപ്പുറത്തും കുനിച്ചു നിർത്തി കഴുത്ത് വെട്ടിക്കൊന്നനെ. വല്ല ആഫ്രിക്കൻ രാജ്യമാണെങ്കിലുണ്ടല്ലോ നേരത്തെ പിടിച്ച് വെടിവെച്ച് കൊന്നനെ. ഇത് ഇന്ത്യ ആയതുകൊണ്ട്, ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട്, നീതിന്യായ വ്യവസ്ഥിതി ഉള്ളതുകൊണ്ട് ഇവന്മാരെ ജയിലിലും വെളിയിലുമായിട്ട് കിടന്ന് കളിക്കുകയാണ്. ഇത് ഭീകരമായൊരു കൊള്ളയാണ്, ഭീകരമായ കൊള്ള. വേറൊരു സംശയം തോന്നുന്നത്, ഇപ്പോൾ ഓരോ തീർത്ഥാടന കാലം കഴിയുമ്പോഴും ദേവസ്വം ബോർഡ് പറയും ഇത്തവണ 300 കോടി 350 കോടി കിട്ടിയെന്നുള്ളത്. ഇതിനകത്ത് പോലും അതിനകത്തെ തട്ടുന്നതിന് കണക്കില്ല. കാരണം മടിയിൽ തിരുകുന്നതും ചെവി വെച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ വേറെ, മോതിരങ്ങളൊക്കെ സ്വർണ്ണ ആഭരണങ്ങൾ എറിയുന്നത്, മോതിരം, ഇതൊക്കെ പല വിധത്തിൽ തിരികൊണ്ട് പോകുന്നുള്ളത് പറയുന്നത് അത് ഒരു ഘടകം. അതൊക്കെ പോക്കറ്റ് മണി ആയിട്ടാണ് ഇപ്പം അവർ കണക്കാക്കിക്കുന്നതെന്ന് വേണം പറയാൻ. ഈ വരുന്ന 350 കോടിയിൽ അടിച്ചു മാറ്റുന്നതെല്ലാം പോക്കറ്റ് മണിയാണ്. ഇതാണ് വലിയ സ്വത്തായിട്ട് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഇത്
ഞാൻ പറഞ്ഞില്ലേ, അലാവുദ്ദീനും അത്ഭുത വിളക്കിലും ഇത്രയും വലിയ നിധികൾ ഉണ്ടാവുന്ന സംശയമാണ്. ആ വിധത്തിലായിരിക്കും ഇവരുടെയൊക്കെ ഈ നിധികൾ ഓരോരുത്തർക്ക് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത് SIT കണ്ടുപിടിക്കേണ്ട ബാധ്യതയുണ്ട്, കടമയുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ ഈ രാജ്യത്തെ ഭക്തർക്ക് ഇനി ഭക്തി എന്ന് പറയുന്നത് പോലും തോന്നാത്ത വിധത്തിലായിപ്പോകും. അത്ര വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പം ദേവസ്വം ബോർഡ് മന്ത്രി ആയിരുന്നല്ലോ കടകംപള്ളി സുരേന്ദ്രൻ. ഇദ്ദേഹം വിദേശ പര്യടനം നടത്തിയതായിട്ട് പറയുന്നുണ്ട്, തുടർച്ചയായിട്ടുള്ള വിദേശ പര്യടനം 13 എണ്ണം ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ, ഈ 16-നും 21-നും ഇടയ്ക്ക് നടത്തിയിരിക്കുകയാണ്. കോവിഡ് കാലത്ത് എന്തായാലും ഇദ്ദേഹത്തിന്റെ കോവിഡ് കാലത്ത് ജനത്തിന് വെളിയിലിറങ്ങാൻ പറ്റാത്ത, ലോകത്ത് വിമാനങ്ങൾ പോലും നിർത്തിവെച്ചിരുന്ന കാലഘട്ടത്തിലാണ് 13 യാത്രകൾ നടത്തിയിരിക്കുന്നത്. അതിൽ 5-6 8 10 ചിലപ്പം ടൂറിസത്തിന്റെ കെയർ ഓഫ്, 5-6 എണ്ണം ചിലപ്പോൾ ടൂറിസത്തിന്റെ കെയർ ഓഫിലായിരിക്കും. സ്വകാര്യ സന്ദർശനം തന്നെ 5 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ 13-ൽ 5 എണ്ണം സ്വകാര്യം, 5 എണ്ണം മന്ത്രി എന്നുള്ളതിൽ ഔദ്യോഗികം, 8 എണ്ണം. അപ്പോൾ അതിൽ തന്നെ ഓരോന്നും ഇനി ഇഴകേരി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ബാംഗ്ലൂർക്ക് പോയതും ചെന്നൈക്ക് പോയതും എല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. SITക്ക് ഭയങ്കര പിടിപ്പത് ജോലിയാണ്. ഈ ഓരോ സ്ഥലത്തും ഇത് 5 വർഷം മുമ്പ് പോയതാണ്. 5 വർഷവും 10 വർഷം വരെ പഴക്കമുള്ള യാത്രകളാണ്. മനസ്സിലായില്ല? ഇതിൻ്റെയൊക്കെ ട്രേസ് എടുക്കുക, അതിൻ്റെ ഓരോ സ്ഥലത്തെയും എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശ്രമകരമായ ജോലിയാണ്. അപ്പോൾ ഈ സാരമല്ല, കടകംപള്ളിയിലേക്ക് വന്നത് എനിക്കൊന്ന് പത്മകുമാറിൻ്റെ ചില വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടാകും. തീർച്ചയായിട്ടും പത്മകുമാർ അത്രയ്ക്ക് പുച്ഛമായിട്ടല്ലേ പറഞ്ഞത്. പത്മകുമാർ പറഞ്ഞത് കേട്ടില്ലേ? കടകംപള്ളിയാണോ താങ്കളുടെ ഈ ദൈവം എന്ന് ചോദിച്ചപ്പം പറഞ്ഞത് കേട്ടില്ലേ? ശവന്തീനികളെയും വേട്ടപ്പട്ടികളെയും ഒന്നുമല്ല ഞാൻ പറയുന്നത്. എന്തൊരു, അതായത് ആ മനസ്സ് നീറി അയാൾ പറഞ്ഞു പോയതാണ്. എന്നെ ഈ വിധത്തിൽ പൂട്ടിയത് എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പറയാൻ വഴിയില്ല. ഇത്ര ക്രൂരമായിട്ട്, ഇത്ര ഈ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ, അവിടുന്ന് കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ, അന്വേഷണത്തിന് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ പത്രക്കാരോട് ഇങ്ങനെ പറയണമെങ്കിൽ അതിഭയങ്കരമായ എന്തോ സംഭവം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. യാതൊരു സംശയമില്ല. പക്ഷേ ഇനി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട. ഇത് നിസ്സാരമായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ആ വിധത്തിലേക്കാണ് ഇത് പോകുന്നത്. കാരണം അത്രയ്ക്ക് ദുരൂഹമായിട്ട് ഓരോന്നും ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരുക്കിയും വെട്ടിയും എല്ലാം മാറ്റി. ഇതൊരു ഇൻ്റർനാഷണൽ ഏജൻസി, ഇൻ്റർപോൾ അടക്കമുള്ള ഒരു ഏജൻസി വന്നാൽ ഇതിനകത്ത് പറ്റുള്ളൂ. CBI കൊണ്ട് ഇൻ്റർപോളിനെ കൂടെ ബന്ധപ്പെടുത്തി വലിയ ഒരു അന്വേഷണം നടത്തിയാൽ ഇതിന് തെളിയിക്കാൻ പറ്റുള്ളൂ. കടകംപള്ളിയൊക്കെ പോയിരിക്കുന്നത് 13 സ്ഥലങ്ങളിലാണ്. കോവിഡ് 13 രാഷ്ട്രങ്ങളിൽ 13 യാത്രകളാണ് നടത്തിയിരിക്കുന്നത് കോവിഡ് കാലത്ത്. ഗൾഫ് രാഷ്ട്രങ്ങളൊന്നും അല്ല, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, ഇറ്റലി, കസഖിസ്ഥാൻ പോലുള്ള റഷ്യൻ രാഷ്ട്രങ്ങൾ. റഷ്യ എന്ന് വെച്ചാൽ അതിലിപ്പോൾ റഷ്യയിലല്ല. ഇപ്പോൾ കസഖിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് കൊള്ള നടത്തുന്ന സ്ഥലങ്ങളാണ്. മനസ്സിലായില്ല? ഇതൊക്കെ എന്താണ് അവിടെ നടന്നിട്ടുള്ളതെന്ന് ഇനി അന്വേഷിച്ച് കണ്ടെത്തിയാലേ പറയാൻ പറ്റുള്ളൂ. പഴയ റഷ്യയുടെ ഭാഗമല്ല ഇപ്പോൾ ഇതൊന്നും. വൻ കൊള്ള നടത്തുന്ന വൻ സംഘങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇറ്റലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇറ്റലിയിൽ നിന്ന് പറയുന്നുള്ളൂ. ഇറ്റലിയിൽ ബാഗ് കൊണ്ട് വെച്ചാൽ അടിച്ചുകൊണ്ട് പോകും. അത്രയ്ക്ക് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റലിയിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയ, ട്രെയിൻ ഇറങ്ങിയ ബാഗ് അവിടെ വെച്ചിട്ട് പോകുമ്പോൾ അടിച്ചുകൊണ്ട് പോകും, പേഴ്സ് അടിച്ചുകൊണ്ട് പോകും. അത്രയ്ക്ക് ഭയങ്കര കൊള്ളകൾ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇറ്റലിയൊക്കെ. അവിടെ എല്ലാം സന്ദർശിച്ചിരിക്കുന്നത്. അവിടെ എല്ലാം പോയി ഇനി ആരെ അന്വേഷിക്കാനാണ്? ഈ 10 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെ അന്വേഷിക്കാനാണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻ്റർപോൾ അല്ലാതെ മറ്റാർക്കും ഇത് കണ്ടെത്താൻ പറ്റില്ല. അത്രയ്ക്കും അത് CBI നേരിട്ട് ഇൻ്റർപോളിനെ ഏൽപ്പിച്ച് ചെയ്താലേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിനിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ ഇനി ഹൈക്കോടതി തന്നെ ചിലപ്പോൾ ഇത് സുപ്രീം കോടതിയോട് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാലും അത്ഭുതമില്ല എന്നാണ് എനിക്കൊന്ന്. ശരിക്കും സുപ്രീം കോടതി ഇത് സ്വമേധ ഏറ്റെടുക്കേണ്ടതാണ്. കാരണം ഇനി ഇത് കാലതാമസം വരുത്തിയാൽ എങ്ങനെയാണ്? ഇവർക്ക് ഇനി ഇത് നല്ല സന്ദർഭം കിട്ടുകയല്ലേ ഈ പ്രതികൾക്കെല്ലാം. ജാമ്യത്തിലിറങ്ങാം, പിന്നെ ഇങ്ങനെ വാദിച്ചുകൊണ്ട് നടക്കാം, പിന്നെ ഡിവിഷൻ ബെഞ്ച്, ഇവിടെ കുറേ നാൾ അത് പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ സുപ്രീം കോടതിയിൽ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ കൊണ്ടുപോകാനാണെങ്കിൽ ഇത് എന്താണ്? ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ഒരു മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ ഇതിനകം കഴുത്ത് വെട്ടി തന്നെ. എന്തിന് ഇദി അമീൻ്റെ രാഷ്ട്രത്ത് പോലും ആണെങ്കിൽ ഇതിനിടെ നേരത്തെ നിർത്തി വെടിവെച്ചത്. അത്രയ്ക്ക് ഭീകരമല്ലേ? ഭീകരം. എത്ര കോടി ജനങ്ങൾ എത്ര കഷ്ടപ്പെട്ട് വ്രതമെടുത്ത്, എത്ര നാളത്തെ പ്രാർത്ഥന, എത്ര നാളത്തെ ത്യാഗം കഴിഞ്ഞ് വന്ന് അവിടെ കൊണ്ട് കൊടുത്ത നിവേദ്യമാണ് ഈ സ്വർണവും പണവുമെല്ലാം. ഇത് പൂഴ്ത്ത് ചാകുമെന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ ഭയങ്കരമായ എന്തോ ഇവർക്കൊക്കെ സംഭവിച്ചിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.